എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് PNG സൗകര്യമുള്ള പ്രദേശങ്ങളിൽ LPG സിലിണ്ടറുകൾക്ക് പകരം PNGയിലേക്ക് മാറുന്നത് സർക്കാർ നിർബന്ധമാക്കി. മാർച്ച് 24 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ ഉപഭോക്താക്കൾ PNG കണക്ഷനിലേക്ക് മാറണം. അല്ലാത്ത പക്ഷം അവരുടെ LPG വിതരണം നിർത്തലാക്കും. രാജ്യത്തുടനീളം പ്രകൃതിവാതക പൈപ്പ് ലൈൻ ശൃംഖലകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വികസിപ്പിക്കും. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് വിവിധ അതോറിറ്റികളിൽ നിന്നുള്ള അനുമതികൾ, ഉയർന്ന ഫീസുകൾ എന്നിവ ഇനി മുതൽ തടസ്സമാകില്ല. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്കോ ഹൗസിംഗ് സൊസൈറ്റികൾക്കോ പൈപ്പ് ലൈൻ പ്രവൃത്തികൾക്ക് തടയാൻ കഴിയില്ല. രാജ്യം മുഴുവൻ പൈപ്പ് ലൈൻ വിതരണത്തിന് ഏകീകൃത നിയമം നിലവിൽ വരികയാണ്. LPGയെ അപേക്ഷിച്ച് PNGക്ക് 30 മുതൽ 40% വരെ ചിലവ് കുറവാണ്. സിലിണ്ടറുകൾ നിറക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും അധിക ചിലവുകൾ ഒഴിവാകും. ഗ്യാസ് തീർന്നു പോകുമെന്ന പേടി വേണ്ട. സിലിണ്ടർ ബുക്ക് ചെയ്യാനായി കാത്തിരിക്കേണ്ടതും ഇല്ല. തുടങ്ങിയ കാര്യങ്ങളും PNGയെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണമാണ്. അടുക്കളയിൽ ഉയർന്ന മർദ്ദത്തിലുള്ള സിലിണ്ടറുകൾ സൂക്ഷിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സുരക്ഷ വർദ്ധിപ്പിക്കും. LPGയേക്കാൾ ശുദ്ധമായ ഇന്ധനമാണ് PNG. കേരളത്തിലേക്ക് വന്നാൽ സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പ്രോജക്റ്റും ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള പ്രധാന ലൈൻ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഈ ലൈൻ ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. കൂടാതെ തമിഴ്നാട്ടിലേക്ക് നീണ്ടുപോകുന്ന കുട്ടനാട്, ബാംഗ്ലൂരു പൈപ്പ് ലൈൻ ജോലികളും അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നു. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ കാര്യങ്ങൾ ഇനി പറയുന്ന രൂപത്തിലാണ്. വീടുകളിലേക്ക് നേരിട്ട് പാചകവാതകം എത്തിക്കുന്ന പദ്ധതിയാണിത്. ഓരോ ജില്ലകളിലേക്കും വിവിധ കമ്പനികൾക്കാണ് ഇതിന്റെ ചുമതല. കൊച്ചിയിൽ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒട്ടുമിക്ക ഭാഗങ്ങളിലും കണക്ഷൻ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ഈ പ്രദേശങ്ങളിലെല്ലാം ഗ്യാസ് ലഭ്യമായ ആളുകൾക്ക് ഇതിനകം ഇതിലേക്ക് മാറുന്നതിന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ ഉടനെ നോട്ടീസ് ലഭിക്കുന്നതാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രധാന വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. നഗരസഭകൾ കേന്ദ്രീകരിച്ചാണ് പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ പല ഭാഗത്തും പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് വീടുകളിൽ ഉടൻ കണക്ഷനുകൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അറ്റ്ലാന്റിക് ഗൾഫ് ആൻഡ് പസഫിക് കമ്പനിക്കാണ് ഇവിടുത്തെ ചുമതല. തിരുവനന്തപുരം നഗരങ്ങളിലും കൊച്ചുവേളി പരിസരങ്ങളിലും പൈപ്പ് ലൈൻ ഇടൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇതുവരെ ഇത് നിർബന്ധം പറഞ്ഞിരുന്നില്ല. അപ്പോൾ കണക്ഷൻ ലഭ്യമായി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രദേശങ്ങളിൽ നോട്ടീസ് ലഭിക്കും. അതിലേക്ക് മാറേണ്ടി വരും, നിർബന്ധമായിട്ടും മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ LPG സിലിണ്ടർ ഒഴിവാക്കുകയും വേണ്ടി വരും, കണക്ഷൻ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ PNGയിലേക്ക് മാറണം. PNGയിലേക്ക് മാറുമ്പോൾ 30 മുതൽ 40% വരെ കിഴിവ് ലഭിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ 14 കിലോഗ്രാം സിലിണ്ടറിന് നമുക്ക് 1000 രൂപയോളം വില വരുന്നുണ്ട്. അതിന്റെ 40% കുറവ് വരും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഏകദേശം 600 രൂപയോളം ചെലവിൽ നമുക്ക് ഇത്രയും ഗ്യാസ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് വിവരം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.